ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോബഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ ഹൈ കുക്കി എന്ന ഒരു പുതിയ ഡ്രാമയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു എക്സാം ഹാളാണ് കാണിക്കുന്നത്. ഒരു പയ്യൻ അവൻ അറിയാവുന്ന എല്ലാ ആൻസേഴ്സും ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്യുന്ന ടൈം അവന്റെ മൂക്കിൽ നിന്നും ചോര വരുന്നുണ്ട്. അത് നേരെ ആൻസർ ഷീറ്റിലാണ് വന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ അവന് വേറെ ആൻസർ ഷീറ്റ് വാങ്ങേണ്ടതായി വരും. അതിൽ കുറച്ച് ആൻസേഴ്സ് മാർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ബെല്ലടിക്കുന്നത് കൊണ്ട് സാറ് വന്ന് ആൻസർ ഷീറ്റ് വാങ്ങിക്കൊണ്ട് പോകും. എക്സാമിന് തോറ്റു പോയാലോ, ഇനി അത് പറഞ്ഞ് എല്ലാവരും കളിയാക്കിയാലോ എന്നൊക്കെയുള്ള പേടിയിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ചാകാനായി ശ്രമിക്കുന്ന ടൈം ഒരു പെൺകുട്ടി അങ്ങോട്ടേക്കെത്തി അവനൊരു കുക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിയുന്നതും അവന്റെ മൈൻഡൊക്കെ മാറി മുഖത്തൊരു ചിരി വരും. അവന്റെ മുൻപിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് അവൻ മുന്നിൽ കാണുന്നതെല്ലാം അവന് ഇഷ്ടപ്പെട്ട കാഴ്ചകളാണ്. അവൻ ഹാപ്പിയായി ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്നതെല്ലാം നേരത്തെ കുക്കി കൊടുത്ത ആ പെൺകുട്ടി നോക്കിയിട്ട് പോകുന്നതായി കാണാം. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ കാണിക്കുന്നതാണ് സിയങ്. വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ തന്നെ ഒരു ഉയർന്ന പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി വന്ന കാര്യം അനിയത്തിയെ ഫോൺ വിളിച്ചു പറയുന്നതും ഫോണിലൂടെ അനിയത്തിയുടെയും ഫ്രണ്ട്സിന്റെയും ബഹളം കേൾക്കാം. സിയങ് പറയുന്നതും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് അനിയത്തിയുടെ ഫ്രണ്ട്സ് ശബ്ദമുണ്ടാക്കുന്നത്. ഫ്രണ്ട്സിനോടൊപ്പം ബിസി ആയിരിക്കുമെന്ന് കരുതി അവളും ഫോൺ കട്ട് ചെയ്യും. അവളുടെ അനിയത്തിയും നേരത്തെ കാണിച്ച ആ പയ്യന്റെ സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവളുടെ പേര് മിൻയങ്. അവളുടെ മുഖത്ത് എപ്പോഴും ഈ മാസ്ക് ഉണ്ടാകും. മിൻയങ് ചേച്ചി കേൾക്കാനായി വേണ്ടി മനഃപൂർവ്വം കോള് ലൗഡ് സ്പീക്കറിൽ ഇട്ടതാണ്. സത്യത്തിൽ അവൾ മാറി ഒറ്റയ്ക്കൊരിടത്താണ് ഇരിക്കുന്നത്. നീ ആരെ കേൾപ്പിക്കാനാണ് ലൗഡ് സ്പീക്കറിൽ ഇട്ടതെന്ന് അവർ ചോദിക്കുന്നതും അവൾ അതിനൊന്നും മറുപടി പറയാതെ എനിക്ക് ചെയ്തു തരുന്ന ഓരോ ഹെൽപ്പിനും ഞാൻ ക്യാഷ് തരാമെന്ന് പറയും. ആക്ച്വലി ഇവരിൽ ഒരാൾ മാത്രമാണ് മിൻയങ്ങിന്റെ റൂംമേറ്റ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് സ്കൂളിൽ ടീച്ചേഴ്സ് എങ്ങനെ കുട്ടികളെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കണം എന്നതിനെ പറ്റിയൊക്കെ ഒരു കോൺഫറൻസ് നടക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ മെയിൻ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന ഇയാളാണ് ചെൻ. ആൾ അതിനെപ്പറ്റി എല്ലാ ടീച്ചേഴ്സിനും നല്ല രീതിയിൽ തന്നെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ആ കൂട്ടത്തിലെ കുട്ടികളിൽ ജോ മാത്രമാണ് അവളുടെ റൂംമേറ്റ്. ഇങ്ങനെ മാസ്ക് വെച്ച് നടക്കുന്ന അവളുടെ കൂടെ റൂം ഷെയർ ചെയ്യാനായി പേടിയാകുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവിടെ വരാമോ, നമുക്ക് പരസ്പരം റൂം എക്സ്ചേഞ്ച് ചെയ്യാമോ എന്ന് ചോദിക്കുന്നതും അത് പറ്റില്ല, ഞങ്ങൾ രണ്ടുപേരും പണ്ട് മുതലേ ഒരുമിച്ചാണുള്ളത്, ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഓരോ മുടന്തൻ ന്യായം പറഞ്ഞ് ഒഴിവാകും. ഈ ടൈം അങ്ങോട്ടേക്ക് വരുന്ന മിൻയുങ് അവർക്കെല്ലാവർക്കും കാശ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജോയോട് നിന്നോടൊപ്പം റൂം ഷെയർ ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല, നീയും എന്നെ പോലെ തന്നെയാണ്, എല്ലാവരും നിന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് അവിടെ നിന്ന് പോകുന്ന ടൈം ഇത്രയും കാശ് കിട്ടാൻ വേണ്ടി നീ എന്ത് പണിയാണ് എടുക്കുന്നതെന്ന് അവർ ചോദിക്കും. മിൻയുങ് കളിയാക്കി ഒരു ചിരി ചിരിച്ച് അവിടെ നിന്ന് പോകും. ഇവിടെ ചെൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സെയിം ടൈം സ്റ്റഡി ഹാളിൽ ഇരിക്കുന്ന സുജിങ് എന്ന പെൺകുട്ടി വളരെ ദേഷ്യത്തോടെയും ടെൻഷനോടെയും ആൻസർ ഷീറ്റ് മുഴുവനും കുത്തി വരയ്ക്കുന്നുണ്ട്. അവിടുന്ന് ബുക്കെല്ലാം എടുത്ത് ബാഗിൽ വെക്കുന്ന ടൈം അവളുടെ ബാഗിലും ഈ സെയിം ഹൈ കുക്കി കാണാം. അങ്ങനെ അതുമായി ഇറങ്ങി പോകുന്ന ടൈം ആ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിലേക്ക് മിൻയങ് ഇരിക്കാനായി വരുന്നത് കണ്ട് ജോ അവളുടെ ബാഗ് എടുത്ത് ആ സീറ്റിൽ വെച്ച് മിഡിൽ ഫിംഗർ പൊക്കി കാണിക്കും. അതുകൊണ്ട് മിൻയുങ് അവിടെ ഇരിക്കാതെ പോകുന്നതും തൊട്ടു പുറകെ ചെന്ന് നിനക്ക് ഇത്രയും കാശുണ്ടായിരുന്നിട്ടും ഇരിക്കാൻ ഒരു സീറ്റില്ലല്ലോ, വേണമെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കളിയാക്കി അവിടെ നിന്ന് വാഷ്റൂമിലേക്ക് പോകും. പക്ഷേ പോയ സ്പീഡിൽ തന്നെ എന്തോ ഒന്ന് കണ്ട് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഇതിന് മാത്രം കണ്ടു പേടിക്കാൻ എന്തായിരിക്കുമെന്നറിയാനായി അവളും അകത്തേക്ക് ചെല്ലും. അന്നേരം ഈ കാര്യങ്ങൾ അറിഞ്ഞ് ടീച്ചേഴ്സും സ്പീച്ചൊക്കെ നിർത്തി അങ്ങോട്ടേക്ക് വരും. മിൻയുങ് ചെന്ന് നോക്കുന്നതും ആ കുക്കി തിന്ന് ഒരു വെളിവുമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സൂജിനെ കാണും. കുക്കിയുടെ ബാക്കി കയ്യിലും മുഖത്തും തറയിലുമെല്ലാം ഉണ്ടാകും. അവൾ ആ കുക്കി കാണാതിരിക്കാനായി പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി ബാക്കി കിടന്ന കുക്കി എടുത്ത് പോക്കറ്റിലിടും.
ഇവിടെ ടീം ഹെഡ് അവളുടെ പ്രൊഫൈൽ വായിച്ചു നോക്കിയ ശേഷം ഒരു അനിയത്തി മാത്രമാണല്ലേ ഉള്ളത്, അവളെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ ഈ 22-ാം വയസ്സിൽ ജോലി അന്വേഷിച്ചിറങ്ങിയത്? അവൾ എന്നെ പോലെ അല്ല, നന്നായി പഠിക്കും. അവളെ പഠിപ്പിക്കാനായി ഒത്തിരി കാശിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പ്രമോഷൻ അത്രയും അത്യാവശ്യമാണ് എന്ന് സിയങ് പറയുന്നതും ഇത് കേൾക്കുന്ന ടീം ലീഡർ ആ സിറ്റുവേഷൻ മുതലെടുത്ത് ഇന്ന് രാത്രി ഡിന്നറിന് കൂടെ ചെന്നാൽ പ്രമോഷനെ പറ്റി ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ടൈം കൂടെ ജോലി ചെയ്യുന്ന ലേഡി ഈ ഈവനിങ് അയാളോടൊപ്പമാണോ പോകുന്നത്? ഇങ്ങനെ നാണം കെട്ട വഴിയിലൂടെ പ്രമോഷൻ നേടിയെടുക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ പോകും. സിയങ് അയാളുടെ കാറിൽ കയറുന്നതെല്ലാം ആ ലേഡി മാറി നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ആ ടൈം അങ്ങോട്ടേക്ക് എത്തുന്ന മിൻയുൻ അവരുടെ കയ്യിൽ നിന്നും ആ ഫോണ് തട്ടിപ്പറിക്കും. അങ്ങനെ അവർ തമ്മിൽ അടിപിടി കൂടുന്നതിനിടയിൽ അവളുടെ മുഖത്തെ മാസ്ക് താഴേക്ക് വീഴും. അവളുടെ മുഖത്ത് വലിയ മുറിവ് സ്റ്റിച്ചിട്ടേക്കുന്നതിന്റെ പാട് കാണാം. അത് മറയ്ക്കാനായാണ് അവൾ എപ്പോഴും മാസ്ക് വെക്കുന്നത്. അങ്ങനെ അവസാനം വേറെ വഴിയില്ലാതെ അയാൾക്ക് 3 പേരെയും കാറിൽ കയറ്റേണ്ടതായി വരുന്നുണ്ട്. സിയങ്ങിനെയും അനിയത്തിയെയും വീട്ടിന്റെ അടുത്തായി ഡ്രോപ്പ് ചെയ്യും. മിൻയുങ് ചേച്ചിയെയും കൂട്ടി ഒരു ഷോപ്പിങ്ങിന് പോയി. അവിടെ നിന്ന് ചേച്ചിക്ക് വേണ്ടി ഒത്തിരി വില കൂടിയ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന അവൾ നിനക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള കാശ് കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ പഠിത്തത്തിന്റെ ചിലവ് മുഴുവനും സ്കൂളാണ് നോക്കുന്നത്. കൂടാതെ എനിക്ക് സ്കോളർഷിപ്പുമുണ്ട്. ഇപ്പോഴത്തെ മാർക്ക് വെച്ച് കോളേജിലും എനിക്ക് ഫ്രീ ആയി തന്നെ അഡ്മിഷൻ കിട്ടും എന്ന് പറഞ്ഞ് കുറച്ച് കാശും അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കും. ഇനിമേലാൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള വൃത്തികെട്ട ജോലിക്ക് പോകരുതെന്ന് അനിയത്തി പറയുന്നത് കേട്ട് നീ വിചാരിക്കും പോലെയൊന്നുമല്ല, അയാൾ എനിക്ക് ലിഫ്റ്റ് തന്നതാണെന്ന് പറയുന്നുണ്ട്. എത്രയൊക്കെ പറഞ്ഞിട്ടും ചേച്ചി ആ പരിപാടി നിർത്താൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് കണ്ട് ചീത്ത പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് മറുപടിയൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അവരുടെ വീട് കാണിക്കുന്നതും അവൾ പഠിക്കാനിരിക്കുന്ന ടൈമും ഒരു കുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ആ കുക്കിയല്ല, ഒരു നോർമലായ കുക്കിയാണ്. പുതിയ ഡ്രസ് ഇട്ടത് കാണിക്കാനായി വരുന്ന ചേച്ചി അവളുടെ കയ്യിലെ ടാബ് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെപ്പറ്റി തിരക്കുന്നതും സ്കൂളിൽ നിന്നും സ്പോൺസർ ചെയ്തതാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അവൾ ആന്റി എന്ന് സേവ് ചെയ്ത ഒരു ഫോൺ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നീട് അന്നത്തെ ഇൻസിഡന്റ് ആണ് ഓർക്കുന്നത്. ആ പെൺകുട്ടി മരിച്ചതിനെ പറ്റി പോലീസ് എൻക്വയറി നടക്കുന്ന ടൈം അവളുടെ അടുത്ത് കുക്കി കിടന്ന കാര്യം ജോ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിൻയുങ്ങിനോട് അങ്ങനെ ഒരു കുക്കി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതും അവൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മിൻയുങ്ങിന് അപ്പോഴും ആ കുട്ടി മരിച്ചെന്ന കാര്യം വിശ്വസിക്കാൻ പറ്റാതെ അതേപറ്റി പോലീസിനോട് എടുത്തു ചോദിക്കുന്നുമുണ്ട്. ഇവിടെ യൂണിഫോം അയൺ ചെയ്യാൻ എടുക്കുന്ന ടൈം സിയങ്ങിന് പോക്കറ്റിൽ നിന്ന് ആ കുക്കി കിട്ടുന്നുണ്ട്. അതിൽ പൊട്ടിക്കാത്ത ഒരു പാക്കറ്റ് മാത്രം എടുത്ത് ബാക്കിയെല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയും. അത് അവളെ ഏൽപ്പിക്കാനായി അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ടൈമാണ് ഫോണിൽ മെസ്സേജ് വരുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അത് ആ ഇട്ടിരിക്കുന്ന കോട്ടിന്റെ പോക്കറ്റിലേക്കിടും. ടീം ലീഡർ നാളെ നേരത്തെ ജോലിക്ക് വരണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അടുത്ത ദിവസം ജോലിക്കെത്തുന്നതും അവൾ പ്രമോഷനെ പറ്റി പിന്നെയും പറയുന്നുണ്ടെങ്കിലും അയാൾ അത് കൊടുക്കാമെന്ന് മാത്രം പറയുന്നില്ല. അവൾ കഴിച്ചിട്ടില്ല എന്ന് അറിയുന്നതും അയാളുടെ കയ്യിലെ ഫുഡ് അവൾക്ക് കഴിക്കാനായി കൊടുക്കും. പോകാൻ നേരം അവളും ആ കയ്യിലുണ്ടായിരുന്ന ഹൈ കുക്കി അയാൾക്ക് കഴിക്കാനായി കൊടുക്കുന്നുണ്ട്. ടീം ലീഡർ ആർക്കോ ഞാൻ അവളെ മാക്സിമം കഷ്ടപ്പെടുത്തുന്നുണ്ട്, പക്ഷെ അതെല്ലാം അവൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് ആർക്കോ മെസ്സേജ് അയക്കും. അത് കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന ടൈം ഇന്നലെ ചൊറിഞ്ഞ അതേ ലേഡി പിന്നെയും വന്ന് നിന്റെ അനിയത്തിയുടെ മുഖത്ത് എങ്ങനെയാണ് കോടാലി കൊണ്ട് വെട്ടിയതുപോലെ ഇത്രയും വലിയ പാടുണ്ടായത് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കേട്ട് ദേഷ്യം വരുന്ന അവൾ ആ ലേഡിയെ പൊതിരെ തല്ലും. അങ്ങനെ രണ്ടും കൂടി അവിടെ കിടന്ന് പൊരിഞ്ഞ അടിയാകും. അവളാകട്ടെ സോറി പറയാനായി നിർബന്ധിക്കും. കിട്ടിയ അടി പേടിച്ച് ആ ലേഡിയും സോറി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളും അവരെ വെറുതെ വിടും. അപ്പോഴേക്കും മിൻയങ് വിളിച്ച് പോക്കറ്റിൽ നിന്നും കുക്കി എടുത്തിരുന്നോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. അതിൽ ഫുള്ളായിട്ടുണ്ടായിരുന്ന ഒരു കുക്കി മാത്രമാണ് ഞാൻ എടുത്തത്, ബാക്കിയെല്ലാം അപ്പോഴേ കളഞ്ഞെന്ന് പറയുന്നത് കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞ് അവള് ഫോണ് കട്ട് ചെയ്യും. ഈ ഒരു കുക്കി എടുത്തതിനാണോ ഇവൾ ഇത്രയും ചൂടാകുന്നതെന്ന ഡൗട്ട് അവൾക്ക് വരുന്നുണ്ട്. സെയിം ടൈം
മുൻപിലേക്ക് കുക്കിയും തിന്ന് ആ ടീം ലീഡർ വരുന്നത് കാണാം. കഴിക്കരുതെന്ന് പറയുന്നതിന് മുൻപേ തന്നെ അയാൾ അത് മുഴുവനും അകത്താക്കി കഴിയും. പെട്ടെന്ന് തന്നെ അയാളുടെ മുൻപിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട്. തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചുറ്റും പെണ്ണുങ്ങൾ നിൽക്കുന്നത് പോലുള്ള ഇല്യൂഷൻസും അയാൾക്ക് വരും. അതൊന്നും കാര്യമാക്കാതെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ടൈമും പിന്നെയും ഇതുപോലെ തന്നെ സ്ത്രീകൾ ചുറ്റും കൂടി നിൽക്കുന്നത് പോലുള്ള വിഷ്വൽസ് വരും. ആക്ച്വലി എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അതാണ് കുക്കി കഴിച്ചാൽ കൺമുന്നിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് ഇതുപോലുള്ള വിഷ്വൽസ് വരുന്നത്. അയാൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയും കൂട്ടത്തിൽ യൂറിനും പാസ് ചെയ്യുന്നുണ്ട്. അയാൾ അവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായം കണ്ട് എല്ലാവരും പേടിച്ചു പോകും. ആ ടൈമാണ് മിൻയങ് അങ്ങോട്ടേക്ക് വരുന്നത്. സിയങ് മാറ്റി നിർത്തി എന്താണ് ആ കുക്കിയിലുള്ളത്, അത് കഴിച്ചതിന് ശേഷമാണ് അയാൾക്ക് ഇങ്ങനെ പറ്റിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം ആ വിഷയം മാറ്റാനായി എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്കിനി മാസ്ക് വയ്ക്കേണ്ട ആവശ്യമില്ല, ഈ മുറിപ്പാടുണ്ടെങ്കിലും അവൻ ഞാൻ സുന്ദരിയാണെന്നാണ് പറഞ്ഞത്. ആ കുക്കി അവൻ എനിക്ക് തന്നതാണ്, അതുകൊണ്ടാണ് എനിക്ക് അത് അത്രയും സ്പെഷ്യൽ ആയത് പറഞ്ഞ് കരയുന്നത് കണ്ട് ചേച്ചിയും അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. അടുത്ത ദിവസം ക്ലാസ്സിൽ വരുന്ന ടൈം ഒരു പയ്യനെ കൊണ്ട് നിർബന്ധിച്ച് കൂടെ നിർത്തി സെൽഫി എടുക്കുന്നുണ്ട്. അത് ചേച്ചിക്ക് അയച്ചു കൊടുക്കുന്നത് കണ്ട് ആ പയ്യൻ കാര്യം തിരക്കുന്നതും ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം പറഞ്ഞേ പറ്റൂ, എന്റെ ചേച്ചി ഞാൻ എന്ത് കള്ളം പറഞ്ഞാലും വിശ്വസിക്കും, അതുപോലൊരു സ്റ്റുപ്പിഡാണവൾ എന്ന് പറയുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആകുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.